ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അർത്ഥശലഭാസനം ഹാഫ് ലോക്കസ് പോസ് അർത്ഥശലഭാസനം ചെയ്യാം. അതിൻ്റെ ഗുണങ്ങൾ ആദ്യം പറയാം. തുടകളുടെ വണ്ണം കുറയുന്നു, ഉദരത്തിലെ കൊഴുപ്പ് കുറയുന്നു, ഉദരത്തിലും തുടകളിലുമൊക്കെയുള്ള രക്തയോട്ടം കൂടുന്നു, പിന്നെ ഗർഭാശയ രോഗങ്ങളും ഓവറി രോഗങ്ങളും ഒക്കെ വളരെ കുറയുന്നു. പിന്നെ ചെയ്യാത്ത കുറച്ച് കൂട്ടരുടെ കാര്യം പറയാം. ഹെർണിയ രോഗമുള്ളൊരു ചെയ്യല്, ശ്വാസകോശം ചില വീക്കായിരിക്കുന്നവർ ഇത് ചെയ്യല്. ഇപ്പോൾ കാലുകളുടെയും കൈകളുടെയൊക്കെ പേശികൾക്ക് നല്ല ശക്തി കിട്ടുന്നു, ഉദരത്തിലെ രക്തോട്ടം കൂടുന്നു, തുടവണ്ണം കുറയുന്നു, പിന്നെ ഗർഭാശയ ഓവറി സിസ്റ്റ് ഇതൊക്കെ രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ കുറയുന്നു. കാണിക്കാം. കൈകൾ നമ്മുടെ തൊടയുടെ അടിയിലേക്ക് വെക്കണം. രണ്ട് കൈകളും തൊടയുടെ അടിയിലേക്ക് വെക്കുക. ഇന്ന് അർത്ഥശലഭാസനമാണ്, അതായത് ഓരോ കാലുകൾ ഉയർത്തിയുള്ളത് ആണ് ചെയ്ത് പഠിക്കുന്നത്. അർത്ഥശലഭാസനം പഠിച്ചാൽ പിന്നെ നമുക്ക് ശലഭാസനം പഠിക്കാം. താടി ഇവിടെ ഉറപ്പിച്ച് വെക്കും, ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ പൊക്കും. പൊക്കാന്നത്തോളം പൊക്കി പിടിക്കുക. അത് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് താടി താത്തി കാലുകൾ യോഗ മാറ്റിക്കൊണ്ടുവന്ന് വെക്കണം. കാണിക്കാം. നീണ്ടു നൂർന്ന് ഇങ്ങനെ സ്റ്റഡിയായിട്ട് കിടന്നിട്ട് കൈകൾ ഇതുപോലെ തൊടയുടെ അടിയിൽ വെച്ചിട്ട് ആ കൈകൾ ഒരു താങ്ങ് കൊടുത്തോണ്ട് വേണം തൊട പൊക്കാൻ, കാല് ഉയർത്താൻ. തൊടഭാഗത്ത് ഒരു താങ്ങ് കൊടുക്കുക കൈ കൊണ്ട്. മുട്ടുകൾ മടക്കാതെ വേണം. ഇനി ഇടത്ത് കാലും ഇതുപോലെ തന്നെ ചെയ്യുക. ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ 5-6 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് മകരാസനത്തിലേക്ക് പോകണം. കമന്ന് കിടന്നുള്ള യോഗ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ റിലാക്സേഷൻ പോസ് ഇതാണ്, മകരാസനം. ഈ മകരാസനം ചെയ്യുമ്പോൾ കാലുകൾ രണ്ടും ഇപ്രകാരം പെർപെൻഡിക്കുലറായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ഉദരത്തിന് നല്ലൊരു കംപ്രഷൻ, നല്ലപോലെ പ്രസ്സാകും. ഇപ്പം വയറ് കുറയാനും സഹായിക്കും. ഓക്കെ.